ബയോളജി ഓഫ് ദ ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നാം നിർത്തിയത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പഠനത്തിൻ്റെ ഒരു ഏറ്റവും കാതലായ ആശയത്തോടു കൂടിയാണ്. സ്ത്രീയും പുരുഷനും അവരുടെ അസ്തിത്വം തിരിച്ചറിയുന്നത് അവർ വിവാഹത്തിലൂടെ ഒന്നുചേരുമ്പോഴാണ്. ഈ ഒരു ആശയത്തിൻ്റെ തുടർ ചിന്തകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ബാബു സർ നമ്മൾക്കായി പറഞ്ഞു തരുന്നത്. യെസ് ആതിര, നമ്മളെ സെൻറ്റ് ജോൺ പോൾ II ഏറ്റവും പ്രധാനപ്പെട്ട, ആതിര പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയോളജി ആണ് മനുഷ്യ ശരീരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെച്ചത്. സ്ത്രീയും പുരുഷനും ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അവരുടെ അസ്തിത്വത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അഫേം ചെയ്യാൻ, അതുപോലെ തന്നെ സെൽഫ് എംപ്റ്റിയിങ് ലവ്, ഇതൊക്കെയാണ് ആ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതിൻ്റെ അംശങ്ങൾ. നമ്മുടെ ശരീരത്തിൽ ദൈവം നമ്മളെ ആണായി പെണ്ണായി സൃഷ്ടിച്ചപ്പോൾ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മതബോധന ഗ്രന്ഥത്തിലും മറ്റ് സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലെല്ലാം ഉടനീളം കാണുന്ന ഒരാശയമാണ്. അപ്പോൾ ഇത് നമ്മുടെ ജെൻഡർ ഐഡിയോളജിയുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ജെൻഡർ ഐഡിയോളജിയുടെ പൊള്ളത്തരങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് മതബോധന ഗ്രന്ഥം 2333 പാരഗ്രാഫ്, ശാരീരികവും ധാർമ്മികവും ആത്മീയവുമായ വ്യത്യാസങ്ങൾ കുടുംബജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും നൽകപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ സ്ത്രീയും പുരുഷനും എല്ലാ വ്യത്യാസങ്ങളോടും കൂടെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫെമിനിസത്തിൽ അവർ പറയുന്നത് സ്ത്രീയും പുരുഷനുമുള്ള ഡിഫറൻസ് നമ്മൾ ടോട്ടലി അബോളിഷ് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ എല്ലാ തരത്തിലുള്ള ഈക്വാലിറ്റിയും ഉണ്ടാവുകയുള്ളൂ. അത് ഈക്വലിറ്റേറിയൻ സൊസൈറ്റി ആയാലും കൊള്ളാം, സെക്ഷൽ ഈക്വാലിറ്റി ആയാലും കൊള്ളാം. ജെൻഡർ ഐഡിയോളജിയുടെ ഒരു പ്രത്യേക ഒരു ആശയമാണല്ലോ, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. ആർക്ക് എങ്ങനെ വേണേലും വളരെ ഫ്ലൂയിഡായിട്ട് അവരുടെ ജെൻഡർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ സഭ വളരെ കൃത്യമായിട്ട് പറയുന്നു, ശാരീരികമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്, ധാർമ്മികമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്, ആത്മീയമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള എല്ലാ ഡിഫറൻസസും മാനും വുമനും തമ്മിലുണ്ട്. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഏത് ഐഡിയോളജിയാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ദൈവത്തിൻ്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നങ്ങളാണിതൊക്കെ മനുഷ്യനെക്കുറിച്ച്. അത് വെറും ഒരു കാഷ്വൽ, ഒരു ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച ഒരു കാര്യമല്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് പർപ്പസസ് ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അത് പരസ്പരം വളരാനും പരസ്പരം നന്മയിൽ സ്നേഹത്തിൽ ജീവിച്ച് ഈ ലോകത്തിൽ നിന്നും നമ്മൾ ഏറ്റവും നന്മയായ ഏറ്റവും സ്നേഹമായ നമ്മുടെ ആ ദൈവത്തിൽ തന്നെ നമ്മൾ ചെന്ന് ചേരുവാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊന്ന് സാറ് പറഞ്ഞിട്ടുള്ള പോലെ ഇതിന് മുമ്പ് സാറ് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, സ്ത്രീകൾ കൂടുതലും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇത് കൂടുതലുള്ള ആൾക്കാരാണ്. ഒരു ലോജിക്കൽ സൈഡാണ് ആണുങ്ങൾക്ക് കൂടുതൽ. അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലും ഇങ്ങനെ ഇതിൽ ഒരു ബയസ്ഡ് ആവാതെ ഈ രണ്ട് കാര്യങ്ങളും വന്ന് തർക്കങ്ങൾ ഉണ്ടാവുകയും കൃത്യമായിട്ടുള്ളൊരു തീരുമാനങ്ങളിലേക്ക് എത്തുകയൊക്കെ ചെയ്താൽ കുടുംബത്തിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻസ് തന്നെയാണ് അല്ലേ? ശരി, ഒരേ ചിന്താഗതിയിലുള്ള രണ്ടു പേരാണെങ്കിൽ പല കാര്യങ്ങളും അവിടെ ശരിയായിട്ട് പോകണമെന്നില്ല. അത് നമുക്ക് പറയുന്നതല്ല, ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. ഈ പറഞ്ഞതുപോലെ കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് പറഞ്ഞാൽ സഭ പറയുന്നത് ഒരാളെ പകുതി അങ്ങനെ ഇൻകംപ്ലീറ്റായിട്ട് സൃഷ്ടിച്ചു, സ്ത്രീയെ ഇൻകംപ്ലീറ്റായിട്ട് സൃഷ്ടിച്ചു, പുരുഷനെ ഇൻകംപ്ലീറ്റായിട്ട് സൃഷ്ടിച്ചു, രണ്ടുപേരും കൂടെ ഒന്നിച്ചു വരുമ്പോഴാണ് പിന്നെ കംപ്ലീറ്റ് ആകുന്നത്. ആ അർത്ഥത്തിലല്ല. അവർക്കെല്ലാ ഡിഗ്നിറ്റിയോടും കൂടെ ഇൻഡിവിജ്വാലിറ്റി അവർക്കുണ്ട്. എല്ലാ ഡിഗ്നിറ്റിയോടും കൂടി സ്ത്രീ സ്ത്രീയാണ്, പുരുഷൻ പുരുഷനാണ്. അവരുടെ വ്യത്യാസങ്ങളും അതേപോലെ കറക്റ്റായിട്ടുള്ള വ്യത്യാസങ്ങൾ, അത് ഊഹാഭോഗങ്ങളൊന്നുമല്ല.
അത് ബ്രെയിനിലുള്ള ഡിഫറൻസസ്, സൈക്കോളജിയിലുള്ള ഡിഫറൻസ്, അവരുടെ ഇമോഷനിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ സ്പിരിച്വൽ ഡിഫറൻസസ്, ഇതെല്ലാം അവിടെ ദൈവം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചറിൽ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇന്ന് പലരും സൊസൈറ്റിയിൽ നോക്കുമ്പോഴേ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു വിമുഖത കാണിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫെമിനിസത്തിൻ്റെ ഇൻഫ്ലുവൻസും ജെൻഡർ ഐഡിയോളജിയുടെ ഡിഫറൻസും. എന്താണ് അവർ പറയുന്നത്? ജസ്റ്റ് റിമൂവ് ദ ഡിഫറൻസ്. നമ്മൾ സമത്വത്തിന് വേണ്ടി വാദിക്കുമ്പോൾ ഈ ഡിഫറൻസസ്, ആന്ത്രപ്പോളജിക്കൽ ഡിഫറൻസസ് നമുക്ക് മറക്കാൻ പറ്റത്തില്ല, സൈക്കോളജിക്കൽ ഡിഫറൻസസ് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അത് സയൻസാണ്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഡിഫറൻസസും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഇവിടെ വീണ്ടും അവിടെ നമ്മൾ അത് വായിക്കുമ്പോൾ തുടർന്ന് സഭ പറയുന്ന ഇതാണ്: സ്ത്രീയും പുരുഷനും എങ്ങനെ ഈ വ്യത്യാസങ്ങൾക്കിടയിലും, ഈ എല്ലാ വ്യത്യാസങ്ങളും വെച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയിലും സഹകരിച്ചുകൊണ്ട് ഒന്നായി ജീവിക്കുന്നു, അവിടെയാണ് ദമ്പതികളുടെ ഐക്യം എന്ന് പറയുന്നത്. ആ ദമ്പതികളുടെ ഐക്യം ഒരു ഭവനത്തിൽ, ഒരു കുടുംബത്തിലെ വിവാഹത്തിലൂടെ ഭാര്യയും ഭർത്താവും ഒന്നായി അവർ ജീവിക്കുമ്പോഴാണ് ഈ ഐക്യവും സ്നേഹവുമാണ് അവരുടെ പുറത്തേക്കുള്ള സമൂഹത്തിലേക്ക് ഒഴുകിപ്പോകുന്നത്. അപ്പോൾ ഒരു സമൂഹം നന്നാകണമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു കുടുംബം നന്നാകേണ്ടത്? ഒരു കുടുംബം നന്നാകണമെങ്കിൽ എന്തുകൊണ്ടാണ് സ്ത്രീയും പുരുഷനും വിവാഹത്തിലൂടെ അതിൻ്റെ യഥാർത്ഥമായ അവരുടെ റോള് മനസ്സിലാക്കി ജീവിക്കേണ്ടതെന്നൊക്കെ നമുക്ക് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റും. സാറിൻ്റെ ഫ്ലോ ചാർട്ട് കറക്റ്റ്. യെസ്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് സംഭവിക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ തരത്തിലുള്ള കൺഫ്യൂഷൻസും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ലോകത്തിലും സമൂഹത്തിലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പർപ്പസാണ് ദൈവത്തിന് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ആരെങ്കിലും നമ്മളോടൊരു സുപ്രഭാതത്തിൽ പറയുക, നിനക്ക് ആണാകണേ ആണാകാം, പെണ്ണാകണേ പെണ്ണാകാം, എന്തു വേണേലും ആകാം, അല്ലേ ഒന്നുമല്ലാതാകാം, ഈ ഒരു ഐഡിയോളജി അത് അൺക്രിസ്ത്യനാണ്. പിന്നീട് നമുക്കറിയാം സഭാപിതാക്കന്മാർ അതിനെയെല്ലാം കണ്ടം ചെയ്യുന്നുണ്ട് പല അവസരങ്ങളിൽ. അതെല്ലാം നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ ശരീരത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ നമ്മുടെ ശരീരമെന്ന് പറയുന്ന നമ്മുടെ ഹ്യൂമൻ നേച്ചർ, മനുഷ്യ പ്രകൃതി, അത് വെറും ഒരു ബയോളജിക്കൽ മാത്രമല്ല, അതൊരു തിയോളജിക്കലും കൂടെയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം, നമുക്കൊരു മെറ്റീരിയൽ ബോഡിയുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഇമ്മെറ്റീരിയൽ സോളുണ്ട്. ഇത് അറ്റ് ദ മൊമെൻ്റ് ഓഫ് ദ കൺസെപ്ഷൻ, ഇത് ദൈവമാണ് ആ ഇമ്മെറ്റീരിയൽ സോള് മാതാപിതാക്കളിലൂടെ നമ്മൾ എഗ്ഗും അതുപോലെ സ്പേമും ജോയിൻ ചെയ്ത് അവിടെ ഒരു ചെറിയ എംബ്രിയോ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ദൈവം ആ മൊമെൻറ്റിൽ തന്നെ സഭയുടെ പഠനപ്രകാരം അവിടെ ഒരു നിത്യജീവൻ, ഒരിക്കലും നശിച്ചു പോകാത്ത ആത്മാവ് അവിടെ വെച്ച്. അപ്പോൾ അതിന് ഒരു ടൈം ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പോൾ സഭയുടെ പഠനപ്രകാരം ആ ആത്മാവ് ഇമ്മെറ്റീരിയൽ സോളും ഈ മെറ്റീരിയൽ ബോഡിയും കൂടെ ചേരുന്നതാണ് മനുഷ്യപ്രകൃതം. ഇതിനെ നമുക്ക് വെട്ടിമുറിച്ച് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു കുഞ്ഞിനെ നമ്മൾ അബോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേദന നമുക്ക് ഫീൽ ചെയ്യും. കാരണം സയൻസ് തന്നെ പറയുന്നുണ്ട്, ദ ലൈഫ് സ്റ്റാർട്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കൺസെപ്ഷൻ. പലരും അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നു, പക്ഷേ സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണത്. പക്ഷേ അത് ഡെവലപ്പ് ആകുന്നത് പിന്നീടാണ്. ആ സെക്കൻഡിൽ നിന്ന് അത് ചിലപ്പോൾ ആഴ്ചകളെടുക്കും, മാസങ്ങളെടുക്കും അത് ഡെവലപ്പാകാനും ആ കുഞ്ഞ് പുറത്തേക്ക് വരാനുമൊക്കെ. അതുകൊണ്ട് അതിന് അർത്ഥമില്ല ആ കുഞ്ഞ് ജീവനില്ലാത്ത വെറും മാംസപിണ്ഡമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. 365 മതബോധന ഗ്രന്ഥത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ആത്മാവും ശരീരവും നമുക്ക് വേർതിരിക്കുമ്പോൾ അവിടെയാണ് മരണം സംഭവിക്കുന്നത്.
അപ്പോൾ ഇന്നും നമ്മുടെ കൾച്ചർ എന്തുകൊണ്ടാണ് മരണ സംസ്കാരം എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവിടെ പലപ്പോഴും നമ്മൾ ബോഡിയെയും നമ്മുടെ ആത്മാവിനെയും അവിടെ അങ്ങ് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് എന്ത് വേണേലും ചെയ്യാം. എൻ്റെ ശരീരമെന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് അല്ല, എൻ്റെ ശരീരമെന്ന് പറയുന്നതാണ് ഞാൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞാണ് ഐ ആം മൈ ബോഡി. കാരണം ഇത് ആത്മാവും ശരീരവും കൂടിയുള്ള എൻ്റെ ഹ്യൂമൻ നേച്ചറാണ് എൻ്റെ ശരീരം. അത് വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ ആത്മാവിനാണ് പ്രാധാന്യം കൂടുതൽ, ശരീരത്തിന് പ്രാധാന്യം വേണ്ട എന്നൊക്കെയുള്ള മെറ്റീരിയലിസ്റ്റിക്, മാനിക്കിയനിസ്റ്റിക്, ഹീഡനിസ്റ്റിക് ആശയങ്ങളും ഫിലോസഫിയും ഒക്കെ നമ്മളെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 365 വളരെ കൃത്യമായിട്ട് പറയുന്നു, രണ്ട് സാധനം, ഒരാത്മാവും ഒരു ശരീരവും, ഇത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതല്ല നമ്മളെ, വൺ ഇൻ ദി അതർ. രണ്ടും ഒരുപോലെ ഈക്വലി, അതായത് ഒന്ന് വേറൊന്നിലായിരിക്കുന്നു. കാരണം നമ്മുടെ ഈ ആത്മാവാണ് നമ്മുടെ ശരീരത്തിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഈ ആത്മാവിനെ പ്രകടമാക്കാൻ ഈ ശരീരമില്ലാതെ നമുക്ക് പറ്റത്തില്ല. പറഞ്ഞു മനസ്സിലായോ? ദ ഇൻകാർണേറ്റഡ് സ്പിരിറ്റ്, ഈ സ്പിരിറ്റ് ഇൻകാർണേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലൂടെ. പക്ഷേ നമ്മുടെ ശരീരത്തെ നമുക്ക് വേണമെങ്കിൽ ഈ സ്പിരിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞു മനസ്സിലായാലും? അതുകൊണ്ടാണ് ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ മരണമാണ്. അതിനെയാണ് നമ്മൾ മരണമെന്ന് പറയുന്നത്. നമ്മുടെ ഈ മർത്യമായ ശരീരത്തിൽ നിന്നും എന്നും നിലകൊള്ളുന്ന അല്ലെ നിത്യതയിലുള്ള നമ്മുടെ ആത്മാവ് വേർപെട്ടു പോകുന്ന ആ സമയമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മരണമെന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ഓർഡിനറി ലൈഫ് ശരീരവും പരസ്പര പൂരകങ്ങളാണ് എന്നാണോ? പരസ്പര പൂരകങ്ങളെന്നുള്ളതല്ല, അവിടെ ഒരു സെപ്പറേഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ ആത്മാവും ശരീരവും 365 ഞാൻ അവിടെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ആത്മാവിനെ ശരീരത്തിൻ്റെ രൂപം എന്ന് വിളിക്കത്തക്ക വിധം ആത്മശരീരങ്ങൾ തമ്മിലുള്ള ഐക്യം ഗാഢമാണ്. അതായത് അമൂർത്തമായ ഈ ആത്മാവ് നിമിത്തമാണ് മൂർത്ത ശരീരം സജീവമായി മനുഷ്യൻ്റെ ശരീരമായി മാറുന്നത്. മനുഷ്യനിലെ ആത്മാവും മൂർത്ത ശരീരവും രണ്ട് പ്രകൃതികളെ കൂട്ടിയോജിപ്പിച്ച് ഒന്നിച്ച് നിർത്തിയിരിക്കുന്നതല്ല. ഞാനിത് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. രണ്ട് സാധനം, ഒരെണ്ണം ഇവിടെ ഒരെണ്ണം, ഇത് രണ്ടും കൂടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതല്ല ആത്മാവും ശരീരവും തമ്മിലുള്ള കോമ്പിനേഷൻ. അതുകൊണ്ടാണ് പലരും നമ്മുടെ ശരീരത്തെ മിസ്യൂസ് ചെയ്യാനും അബ്യൂസ് ചെയ്യാനും ഒക്കെ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ചേർത്ത് വെക്കുന്നതല്ല, അതിലുപരിയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം വൺ ഇൻ ദി അതർ. അവിടെ പറയുന്നത് ഇതിൻ്റെ സംയോജന ഫലമായി ഒറ്റ പ്രകൃതമേ നമുക്കുള്ളൂ. മതബോധന ഗ്രന്ഥം 365, 364, 366 ഇതെല്ലാം നിങ്ങൾ വായിക്കുമ്പോൾ ഇതിൻ്റെ ആ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇത് യോജിച്ച് അതിൻ്റെ സംയോജന ഫലമായിട്ടാണ് നമുക്ക് നമ്മുടെ നേച്ചർ കിട്ടുന്നത്. അതായത് നമ്മുടെ നേച്ചർ എന്ന് പറയുന്ന ഹ്യൂമൻ നേച്ചർ. ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ആത്മാവും ശരീരവും ഉൾക്കൊള്ളുന്ന ഒരു നേച്ചറാണ്. അപ്പോൾ വാട്ട് എവർ ഇസ് ഡൺ ഇൻ ദ ബോഡി അത് സോളിലും റിഫ്ലക്റ്റ് ആവും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ടെസ അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത. അതുകൊണ്ട് ദൈവം നമ്മളെ ഒന്നുകിൽ ആണായിട്ട് അല്ലെ പെണ്ണായിട്ട് നമ്മളെ സൃഷ്ടിച്ചു. നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾക്ക് ഒന്നുകിൽ ആണ് അല്ലെ പെണ്ണ്. നമ്മൾ എക്സെപ്ഷൻ പറയുന്നത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളെ ഒരു എപ്പിസോഡിൽ ഇൻ്റർസെക്സ്, ആംബിഗ്യുവസ് ജെനിറ്റാലിയയുടെ കേസ് മാത്രമേ ഉള്ളൂ. അതൊരു സയൻറ്റിഫിക് ക്രോമസോം ഡിസോർഡറാണ്, കണ്ടീഷനാണ്. അത് നമ്മൾ എക്സെപ്ഷണലായിട്ട് മാറ്റി വെക്കുക. അല്ലെങ്കിൽ ദൈവം നമ്മളെ ആണായി പെണ്ണായി സൃഷ്ടിച്ചു. ഞാൻ ഈ ശരീരത്തെ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഈ ശരീരം ഇപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ ശരീരം, ആണിൻ്റെ ശരീരമാണ്, പക്ഷേ എനിക്ക് പെണ്ണിൻ്റെ ശരീരം പോലെ തോന്നുന്നു. ഞാനിത് ഈ ജെൻഡർ ഡിസ്ഫോറിയ അങ്ങനെ തോന്നുന്ന വ്യക്തികളെ അത് തെറ്റാണ്, അത് അവർ ആക്ട് ചെയ്യുകയാണെന്നുള്ളതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ ഐഡിയോളജിയെ ഞാനത് ക്ലാരിഫൈ ചെയ്യുകയാണ്. ഒരു തെറ്റായ ഐഡിയോളജിയാണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ ശരീരത്തെ എനിക്ക് കീറി മുറിച്ച് എൻ്റെ ഏറ്റവും
വിലപ്പെട്ടതായി ദൈവം എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ സെക്ഷൽ ഓർഗൻസിനെ, ഹെൽത്തി സെക്ഷൽ ഓർഗൻസിനെ, അല്ലെ എൻ്റെ ദൈവം എനിക്ക് ദാനമായി ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ദാനമാണ് അവളുടെ ഫെർട്ടിലിറ്റി. അത് ഒരു പക്ഷേ നിങ്ങളെ അമ്മമാർക്ക് നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ ഫെർട്ടിലിറ്റിയെ നമ്മൾ നിശേഷം നശിപ്പിച്ച് കളയുക, ഹെൽത്തി ഓർഗൻസ് കട്ട് ഓഫ് ചെയ്ത് കളയുക ശരീരത്തിൽ നിന്ന്, ഞാൻ വേറൊരു വ്യക്തിയായി മാറുക. അതൊരിക്കലും ഒരു പൊള്ളയായ വാഗ്ദാനത്തിൻ്റെ ഒരു മിസ്ലെഡ് ജനറേഷന് പറ്റുന്ന ഒരു അബദ്ധമാണ് ഈ ജെൻഡർ ഐഡിയോളജിയുടെ കീഴിൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ത് ചെയ്താലും അതെൻ്റെ ആത്മാവിനെ അല്ല, അത് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറയുന്നത്, ഇറ്റ് ഈസ് ദ സ്പിരിച്വൽ ഫൗണ്ടേഷൻ ആൻഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഹ്യൂമൻ എക്സിസ്റ്റൻസ്, അതിനെയാണ് ഷേക്ക് ചെയ്യുന്നത്. അപ്പം ഞാനൊരു തെറ്റായ രീതിയിൽ ജീവിക്കുമ്പോൾ അതുകൊണ്ടാണത് പാപമായി മാറുന്നത്. കാരണം ഒരു തെറ്റായ രീതിയിൽ എൻ്റെ ശരീരത്തെ ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ, എൻ്റെ സ്വാതന്ത്ര്യമൊന്നും പറഞ്ഞ് വിട്ടുകൊടുക്കുമ്പം ദൈവം വിഭാവനം ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ഞാൻ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എൻ്റെ സ്വാർത്ഥതയിൽ ഞാൻ എൻ്റെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതത്തെയും വിട്ടുകൊടുക്കുക. അപ്പോൾ അവിടെയാണ് ഇമ്മോറാലിറ്റി വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് ഈ ജെൻഡർ ഐഡിയോളജിയിലും നമ്മൾ CSE, ഈ കോംപ്രിഹെൻസീവ് സെക്ഷൽ എഡ്യൂക്കേഷനിലും ഒക്കെ പഠിപ്പിക്കുന്നത് എൻ്റയർലി സഭയുടെ പഠനങ്ങൾക്ക് എതിരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മൾ ചിന്തിക്കും, സഭയെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഒരു പോയിന്റിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, ഞാനെന്ന് പറയുന്നത് ഐ ആം മൈ ബോഡി, എനിക്കൊരു ശരീരമുണ്ടേ എന്നല്ല ഞാൻ പറയുന്നത്. എനിക്കൊരു ശരീരമുണ്ട്, ഞാൻ യൂട്ടിലിറ്റേറിയൻ ആറ്റിറ്റ്യൂഡിലാണ് പറയുന്നത്. എനിക്കൊരു പേനയുണ്ട്, എനിക്കൊരു ബുക്കുണ്ട്, എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്, അങ്ങനല്ല. ഐ ആം മൈ ബോഡി. ഇവിടെ എന്ത് സംഭവിക്കുന്നോ ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് മൈ എക്സിസ്റ്റൻസ് എന്ന് പറയും. അതുകൊണ്ടാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വിശ്വാസ സത്യങ്ങളുടെ ആഴം കത്തോലിക്കാ സഭയിൽ ധാരാളമുള്ളതുകൊണ്ട് ഇത് നമ്മളിത് മനസ്സിലാക്കി ഇത് അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന അനേകർക്കൊരു പ്രകാശമായി നമ്മളിത് പകർന്നു കൊടുക്കണമെന്ന് പറയുന്നുണ്ട് കാര്യം. പ്രകൃതിയാലെ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നതിനെ ഒരു വിധത്തിലും ഓൾട്ടർ ചെയ്യാനുള്ള അവകാശമില്ല. നമ്മൾ ക്രിയേറ്ററിൻ്റെ സ്ഥാനം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. കാരണം വി ഡിഡ്ന്റ് ക്രിയേറ്റ് അവർ ബോഡി. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സെൽഫിഷായി മാറുവാണ്. സെൽഫിഷ് മാത്രമല്ല, ദർ ഈസ് ഓൾവേസ് നമ്മൾ ഇപ്പോൾ പ്രകൃതിയിൽ തന്നെ നോക്കുക, ഒരു നാച്ചുറൽ ഓർഡറുണ്ട് പ്രകൃതിക്ക്. ഓക്കെ, ഒരു നാച്ചുറൽ ഓർഡറുണ്ട്. ഈ നാച്ചുറൽ ഓർഡർ എന്തും ആയിക്കൊള്ളട്ടെ. മഴ പെയ്യുമ്പം വെള്ളം താഴോട്ട് വരുന്നു. ഓക്കെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് നാച്ചുറൽ ഭൂമിയുടെ തന്നെ പ്രകൃതിയുടെ തന്നെ സയൻറ്റിഫിക്കായിട്ടുള്ള നാച്ചുറൽ ഓർഡർ നമുക്ക് കാണാം. ഇതാരും ഒരു സയൻറ്റിസ്റ്റും കൊണ്ട് ഇത് വെച്ചതല്ല. ഇത് ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഏത് തിയറിയിൽ വിശ്വസിച്ചാലും ഈ ലോകം സൃഷ്ടിക്കാനുള്ള ഒരു ആർക്കിടെക്റ്റ്, ആ ആർക്കിടെക്റ്റിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതികളും ഭാവനകളുമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു മനോഹരമായ പുഷ്പം, നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല ഒരു പൂവിനെ നിങ്ങളെടുത്തൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഒരു മനുഷ്യ ശരീരത്തെ നിങ്ങൾ അതിൻ്റെ സങ്കീർണത ഒന്ന് എടുത്ത് അനലൈസ് ചെയ്യുക. വെറും ബയോളജി തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. നമ്മുടെ ശരീരത്തിനകത്ത് ഒന്നും വേണ്ട, നമ്മുടെ ബ്രെയിൻ എടുത്ത് നോക്കുക. മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ന്യൂറോൺസ് കണക്ട് ചെയ്തിരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത്ര സസൂക്ഷ്മം വളരെ കാര്യമായിട്ട് ഇത് ഡിസൈൻ ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റിന് ഒരുപാട് പദ്ധതികളും സ്വപ്നങ്ങളും ഉണ്ടായതുകൊണ്ടാണ് വെരി പെർപ്പസ്ലി. അല്ല, ഇതൊന്നും ഒരു ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച കാര്യമല്ല. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഒരു തെറ്റ് പറ്റില്ല. ഇത് ആക്സിഡൻ്റലായിട്ട് പറ്റിയ ഒരു കാര്യമല്ല. വളരെ വെൽ പ്ലാൻഡ് ആണല്ല.
ഒരു ഒരു പൂവിനെ പോലും ദൈവം സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ എതളുകളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പൂവിനെ എടുത്ത് നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ വാ പറഞ്ഞു പോകും നമ്മൾ. വാ ദൈവമേ, നീ എത്ര ഭയങ്കര ഡിസൈനിങ് ആണ് എന്ന്. ഞാനൊരു ചെറിയ കാര്യം പറയാം. അപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള സ്വപ്നങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു ലക്ഷ്യമുണ്ട്. പക്ഷേ അതിനെ എനിക്ക് ദുരുപയോഗിക്കാം. എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതെ, എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ളത്, എനിക്ക് ഈ ലാപ്ടോപ്പ് ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ് എൻ്റെ ലാപ്ടോപ്പ് എന്ന് എനിക്ക് പറയാം എന്നും പറഞ്ഞ് ഇതിനൊരു പർപ്പസ് ഉണ്ട്. ഇത് ഡിസൈൻ ചെയ്തപ്പോൾ ആ പർപ്പസിന് ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് അല്ലാതെ ഉപയോഗിക്കാം. എനിക്കിതെടുത്തിട്ട് ഇതിൻ്റെ പുറത്തിരിക്കാൻ പറ്റും, ഇല്ല ഇത് എടുത്ത് അങ്ങോട്ടൊരു എറിയാൻ പറ്റും, എനിക്ക് എന്ത് വേണേലും ചെയ്യാം. ബട്ട് ദാറ്റ് ഈസ് ദ അബ്യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് ദ പർപ്പസ്. ഇത് ഡിസൈൻ ചെയ്ത ആളിൻ്റെ പർപ്പസിനെ നമ്മൾ അബ്യൂസ് ചെയ്യുകയാണ്, മിസ്യൂസ് ചെയ്യുകയാണ്. അതിൻ്റെ പർപ്പസ് അത് സെർവ് ചെയ്യത്തില്ല. എന്ന് പറഞ്ഞ പോലെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വേണേലും നമുക്ക് ചെയ്യാം. എൻ്റെ ഫ്രീഡം, എനിക്ക് എങ്ങനെ വേണേലും ചെയ്യാം, എങ്ങനെ വേണേലും ജീവിക്കാം. ഇപ്പം നമ്മൾ ഈ സീക്കസിൻ്റെ എല്ലാ അവരുടെ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്താണ്? നിങ്ങൾക്ക് പ്ലഷർ 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 പ്ലഷർ, ഇതാണ് മോട്ടോ. അതിനുവേണ്ടി എന്ത് വേണേലും ചെയ്തു, എങ്ങനെ വേണേലും മറ്റുള്ളവരെ ഉപയോഗിക്കുക, നിങ്ങളെ എങ്ങനെ വേണേലും സ്റ്റിമുലേറ്റ് ചെയ്യും പ്ലഷറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഐഡിയോളജിയെ നമ്മൾ പാടെ തള്ളിക്കളയേണ്ട. പ്രത്യേകിച്ച് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ഐഡിയോളജി നമ്മളെ നിരീശ്വരവാദത്തിലേക്കാണ് നയിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ഐഡിയോളജിയെ നമുക്ക് ഒരിക്കലും ഒപ്പുവെക്കാൻ, ഈ ഐഡിയോളജിയെ നമുക്ക് കൂടെ ചേർത്ത് നിർത്താൻ പറ്റത്തില്ല. നമ്മൾ ഈ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആളുകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്ക് അവരോടൊരു എംപതറ്റിക് ലുക്കാണ്. കാരണം ഒരു പക്ഷേ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കും പലരും ഈ ഇങ്ങനെയുള്ള കുരുക്കുകളിലൊക്കെ അകപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ എപ്പിസോഡിലുടനീളം നമ്മൾ പറഞ്ഞൊരു കാര്യം, ഇങ്ങനെയുള്ള ആൾക്കാരെ നാം ചേർത്ത് നിർത്തണം. ഇങ്ങനെയുള്ള ആളുകളോടുള്ള ഒരു വിയോജിപ്പല്ല, ഈ ഐഡിയോളജിയോടുള്ള വിയോജിപ്പാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ വളരെ, ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പഠനവും മതബോധന ഗ്രന്ഥവും നമുക്ക്, എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് കഴിവിൻ്റെ പരമാവധി ഇത് മനസ്സിലാക്കി ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ സത്യം നമ്മൾ തുറന്നു വെച്ച് കൊടുക്കണം. എന്തുകൊണ്ട്, ദ വൈസ് ബിഹൈൻഡ് ഇറ്റ്, എന്തുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, എന്തുകൊണ്ട് എൻ്റെ ശരീരത്തെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബൈബിളിലുടനീളം നമ്മൾ കാണുന്നുണ്ടല്ലോ, നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിനക്കതിനെ ദുരുപയോഗിക്കാൻ പറ്റത്തില്ല. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ പറയുന്നതാണ്, നിൻ്റെ ശരീരം നിൻ്റേതല്ല, നിൻ്റെ ശരീരം നിൻ്റേതല്ല, നീ ഒരു എന്താണ് കസ്റ്റോഡിയൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കസ്റ്റോഡിയന് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ കിട്ടുന്ന നിധിയാണ് നമ്മുടെ ശരീരവും നമ്മുടെ സെക്ഷുവാലിറ്റി. അതിനെ നമുക്ക് തോന്നുന്ന വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, സെക്യുലർ കൾച്ചർ പറയുന്നത് പോലെ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മിസ്ഗൈഡഡ് ആയിരിക്കുകയാണ് പല വിധത്തിലും. സോഷ്യൽ മീഡിയയിലൂടെയും സെക്യുലർ കൾച്ചറിലൂടെയും ഗവൺമെൻറ്റുകളുടെ പല നിയമങ്ങളിലൂടെയും പിയർ ഗ്രൂപ്പ് പ്രഷറിലൂടെയും അതുപോലെ പല പല തരത്തിലുള്ള പ്രഷറിലൂടെയും നമ്മളെ ഓവർലി സെക്ഷുവലൈസ്ഡ് ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. സെക്സ് ഏറ്റവും മനോഹരമാണ്, ദൈവം തന്നിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഗിഫ്റ്റാണ് നമുക്കത്. പക്ഷെ നമ്മളതിനെ ഏത് തരത്തിലും നമ്മളതിനെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഉപയോഗിക്കുന്നു, അവിടെയാണ് നമ്മുടെ മാത്രമല്ല, സമൂഹത്തിൻ്റെ മാത്രമല്ല, മനുഷ്യകുലത്തിൻ്റെ തന്നെ നന്മ അടങ്ങിയിരിക്കുന്നത്. സർ, നമ്മുടെ സമയത്തിൻ്റെ പരിമിതി മൂലം എപ്പിസോഡ് ഏറെക്കുറെ പൂർണ്ണമാവുകയാണ്. എനിക്കൊന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പഠനങ്ങളോടെല്ലാം ചേർത്ത് വെക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചാണല്ലേ. നമ്മുടെ ശരീരം ദൈവത്തിന് വിട്ടുകൊടുത്ത് അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ മനുഷ്യരും എന്നൊരു ചിന്തയിലേക്കാണ് നാം വളരേണ്ടത്. ഓൺ ദറ്റ് നോട്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. ടെസ്സ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവായ ഈശോയെ, ഈ കുറച്ച് സമയം ഞങ്ങൾ നിൻ്റെ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു, അതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു.
സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നതല്ലാത്തതൊന്നും ഞങ്ങൾക്ക് ലഭിക്കില്ല. ഈ പഠനങ്ങളും ഈ ചിന്തകളും എല്ലാം ദൈവമേ നിൻ്റെ ദാനമാണ്. ഈ ഒരു നിമിഷം തെറ്റിപ്പോകുന്ന ഓരോ വ്യക്തിയെയും ദ അൾട്ടിമേറ്റ് ആർക്കിടെക്റ്റായ നിന്നിൽ നിന്ന് മാറിപ്പോകുന്ന ഓരോ വ്യക്തികളെയും തമ്പുരാൻ ഏറ്റവും സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മനസ്സുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുമ്പോഴും ഈ ഐഡിയോളജികളെ ഞങ്ങൾ ഓരോരുത്തരും മാറ്റി നിർത്തുക തമ്പുരാനെ. ജീവിതത്തിലുടനീളം സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ, സത്യത്തിന് വേണ്ടി ജീവിക്കാൻ, വിളിക്കപ്പെട്ട പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഓരോ നിമിഷവും നീ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. താങ്ക് യു. ദൈവത്തിൻ്റെ സൃഷ്ടിയെ തകർക്കാൻ നാം ആരുമല്ല. ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മാറ്റം വരുത്താൻ നാം ആളല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നാം നമ്മുടെ സൃഷ്ടാവിനെ, ദൈവത്തെ തിരസ്കരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയങ്ങളായ നമ്മുടെ ശരീരത്തെ അവൻ്റെ പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് ജീവിതം മനോഹരമാക്കാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@tobforlife.org.